പ്രൈസ് ദ ലോർഡ്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ, എത്ര ബഹുലമത്! എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! ആയിരം നാവുകളാതു വർണ്ണിപ്പതിനെഴുതോ, പതിനായിരത്തിങ്കെഴുറംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! മോദമേഴും തിരുമാർവിലുള്ള സമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ, പാതകർക്കായി തന്ന സ്നേഹമതിശയമേ! എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി സ്നേഹവാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമോട്ടും നിഷേധിക്കാതെ എന്നെ കേവല സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമാതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! വിശുദ്ധ വേദഭാഗം 96 സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളും ആയുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനും ആകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവന്റെ മുൻപിലും ബലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളും ആയുള്ളവരെ അവന്റെ മുൻപിൽ നടുങ്ങുവിൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവിൻ. ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ പൊന്നനാമ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 19-ാം തിരുവചനം പഠിക്കുമ്പോൾ, നിങ്ങളുടെ ദിവസേനയുള്ള ഇഷ്ടികയുടെ എണ്ണം ഒട്ടും കുറയരുത് എന്ന് കൽപ്പിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ തങ്ങൾ വലിയ കഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കി. ഈ വാക്യം ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ തങ്ങൾ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണെന്ന് തിരിച്ചറിഞ്ഞതായി കാണിക്കുന്നു. ഫറവോൻ അവർക്ക് ഇഷ്ടിക ഉണ്ടാക്കുവാൻ ആവശ്യമായ വൈക്കോൽ നൽകുന്നത് നിർത്തി എങ്കിലും ദിവസവും ഉണ്ടാക്കേണ്ട ഇഷ്ടികകളുടെ എണ്ണം ഒട്ട് കുറയ്ക്കാൻ അനുവദിച്ചില്ല. അതിനാൽ അവരുടെ ജോലി വളരെ കഠിനവും ഏതാണ്ട് അസാധ്യവും ആയി മാറി. ഫറവോന്റെ കൽപ്പന അനുസരിച്ച് ജോലി പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അവർ മനസ്സിലാക്കി. അവർ അടിമത്തത്തിന്റെ ഭാരവും കഷ്ടപ്പാടും ആഴത്തിൽ അനുഭവിച്ചു. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയെ അനുസരിക്കുമ്പോൾ ചിലപ്പോൾ വിടുതൽ ലഭിക്കുന്നതിന് മുൻപ് കൂടുതൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരാം എന്നതാണ്. എന്നാൽ അത്തരം സമയങ്ങളിലും ദൈവം തൻ്റെ ജനങ്ങളെ ഒരിക്കലും കൈവിടുന്നില്ല. നമ്മുടെ കഷ്ടപ്പാടുകളും കണ്ണുനീരും അവിടുന്ന് കാണുകയും അറിയുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സമയത്ത് അവിടുന്ന് ശക്തിയും സഹായവും വിടുതലും നൽകും. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ വിശ്വസിച്ച് സ്ഥിരതയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തിലെ മറ്റു ചില ഭാഗങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അതിനായി ദൈവവചനത്തിലെ നമ്മുടെ പ്രത്യാശയായ നിത്യജീവൻ പ്രാപിക്കണം എങ്കിൽ നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ദൈവവചനത്തിലൂടെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. വിശുദ്ധി, വേർപാട്, മാനസാന്തരം, സ്നാനം എന്നിവ മാത്രം പോരാ. കൂടാതെ നമ്മൾ കണ്ടും അറിഞ്ഞും ഹൃദയത്തിലിരിക്കുന്നതുമായ ദൈവവചനം, നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങൾ, ട്രാക്റ്റുകൾ തുടങ്ങിയവ യേശുവിൻ്റെ ശുശ്രൂഷക്കാരായി നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:24 മുതൽ 26 വരെ പഠിക്കുമ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയരെ, നാം ചിന്തിക്കുക, ഞാൻ നിത്യതയിൽ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:24 കാണുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യോഹന്നാൻ 12:25 തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എന്ന് കാണുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 12:26 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും എന്ന് കാണുന്നു. ഹല്ലേലൂയ. കൂടാതെ അവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും എന്ന് പറയുന്നു. ദാനിയേൽ 12:2 നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്ന് കാണുന്നു. ദാനിയേൽ 12:3 എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്ക് പ്രകാശിക്കും എന്ന് കാണുന്നു. ആയതിനാൽ പ്രിയരെ, നാം കർത്താവിനോട് കൂടെ നിത്യജീവനിൽ കാണപ്പെടുവാൻ, യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന നാഥ, ഒരിക്കൽ കൂടി അങ്ങയെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതങ്ങളിൽ നാഥ
വാക്കിലെ, പ്രവൃത്തിയിലെ, വിചാരത്തിലെ, കൊടുക്കൽ വാങ്ങൽ, നിരൂപണങ്ങളിൽ, സംസാര വിഷയങ്ങളിൽ വന്നുപോയിട്ടുള്ള സകല കുറവുകൾ, കുറ്റങ്ങൾ ക്ഷമിച്ച് യേശുവിൻ്റെ രക്തത്താലും വചനത്താലും അടിയങ്ങളെല്ലാം ഒന്നുകൂടെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ വിശുദ്ധരായിരിപ്പിനെന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ കർത്താവെ, വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഹല്ലേലൂയ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. കർത്താവെ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണപ്പാ. കുടുംബ സമാധാനമില്ലാത്തവർക്ക് കുടുംബ സമാധാനം നൽകണമേ. ഈ ജീവനുള്ള ദൈവം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് യേശു പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നരുളി ചെയ്ത ആ യേശുവിൻ്റെ ഹല്ലേലൂയ പാത പിന്തുടരുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ലോകത്തിൽ വാസമുള്ളൂ എന്നറിയുന്നുള്ളൂ. എന്നാൽ മരിച്ച് കർത്താവേ ഹല്ലേലൂയ ദൈവദാനമായി നൽകിയ ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ അത് നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാൻ ആവശ്യമായ ഹല്ലേലൂയ ഒരുക്കങ്ങൾ മനുഷ്യർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ടത്. യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതും ആവശ്യമാണല്ലോ കർത്താവ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ കർത്താവ്. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെല്ലാം കഴുകണമേ, ശുദ്ധീകരിക്കണം കർത്താവേ. ഈ പാപം നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിന്ന് നിത്യജീവനിലേക്ക് കടക്കുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം കർത്താവേ. അപ്പോൾ തുടർന്ന് ദൈവകൽപ്പന അനുസരിക്കുവാൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി തുടർന്നും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും ദൈവവചനങ്ങളും സാക്ഷികളായി മറ്റുള്ളവരോട് അറിയിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം കർത്താവ്. ഞങ്ങൾ നിത്യജീവൻ ഒരുങ്ങുന്നതോടൊപ്പം ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുന്നവരെയും നിത്യജീവൻ ഒരുക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ കർത്താവെ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിത്യജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കണമേ. സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകണപ്പാ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണപ്പാ. അനുഗ്രഹിക്കും ആടിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും സകല ജനത്തെയും നിത്യജീവനായി ഒരുക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.